ഒരു വീട് എന്താണെന്നും അതായത് വീട് ജപ്തിയായി പോകുന്നത് എങ്ങനെയാണെന്ന് വരെ 9 വയസ്സിൽ അവൻ ഡയറക്റ്റ് അറിഞ്ഞു. അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല. സാധാരണ ഒരു കുട്ടി എന്നല്ല, 21 വയസ്സുള്ളവർക്ക് പോലും അറിയത്തില്ല ആ വീടിന് എത്ര ലോൺ ഉണ്ടെന്നോ, വീടിന് ലോൺ ഉണ്ടോ, അല്ലെ എങ്ങനെ ഈ വീട് വെച്ചു, അല്ലെ എങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഓടുന്നു എന്ന് പോലും അറിയില്ല. പക്ഷെ 9 വയസ്സിൽ അതെന്താണ്, എങ്ങനെയാണ്, പണം ഉണ്ടെങ്കിൽ എന്താണ്, പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവൻ്റെ മനസ്സിലേക്ക് ചെന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ വരുന്നതാണ് ഈ മെച്യൂരിറ്റി. അതെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാവരും പറയും, അതായത് ഇത്രയും വയസ്സ് മുതൽ കുടുംബം നോക്കിയവനാ, അങ്ങനെ എല്ലാവരും പറയുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 വയസ്സുള്ള കുഞ്ഞിന് ഒന്നും അറിയത്തില്ല, ചെറിയ കുഞ്ഞാ. എന്നാലും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ നിനക്ക് കൂടുതൽ ആ വീട്ടിലെ കാര്യം നോക്കണം എന്നുള്ളൊരു ഐഡിയ എത്ര വയസ്സിലൊക്കെയാ വന്നത്? അങ്ങനെ ഐഡിയ ഇപ്പോഴും ഇല്ല. അതൊക്കെ ഞാനില്ലേ നോക്കാം. കാരണം അത് നമുക്ക്, അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്യേണ്ട ഓരോ പണിയുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ മറ്റേ ചിന്തയിലേണ്ട ഒരു കാര്യമില്ല. എന്നാ നമുക്ക് അറിയാൻ തന്നെ. ഉദാഹരണത്തിന് അടുക്കള മേടിക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ശരി ഇന്നാ പിടി എല്ലാ സാധനവും ഉണ്ട്, അങ്ങനൊന്നും ഇല്ല. ചോദിക്കും. ഇപ്പൊ തന്നെ ഷൂട്ട് കഴിഞ്ഞാൽ വൈകിട്ട് പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമല്ലോ ആൾക്കാര്, അവര് വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്നേ. നമ്മുടെ അടുത്ത് ഭവാനിയും ഒക്കെ ഇല്ലേ, കലച്ചേച്ചി, ചിരി വരും. ഷൂട്ട് തീർന്ന് അപ്പൊ വിളിക്കും, അമ്മ ഷൂട്ട് തീർന്നു, ഞാൻ ഇപ്പൊ പോകത്തില്ല ഉപ്പുമുളകിന്റെ സെറ്റില്, അടുത്തല്ലേ, വല്ലപ്പോഴേ പോകത്തുള്ളൂ. അപ്പോ അമ്മ ഷൂട്ട് തീർന്നു, എന്തെങ്കിലും വേണോ? അത് ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. സംഭവം ഞാൻ വീട്ടിൽ ചെന്ന് കേട്ട് പിന്നെ പറയും, എടാ പാല് നാളെ രാവിലെ മേടിക്കണ്ട, വൈകിട്ട് ഒരു ചായ കുടിക്കാൻ മേടി. അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ, അല്ലെ ഒരു കവർ ദോശമാവ് വാങ്ങിച്ചിട്ട് പോവാ വൈകിട്ടത്തേനുള്ള കാര്യം. കാരണം അവൻ വരുന്ന വഴിയിലാണ് ഈ ഷോപ്പ്. പിന്നെ ഞാനായിട്ട് അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് പോയി സാധനം വാങ്ങിച്ചിട്ട് അപ്പൊ എന്തായാലും ചിലപ്പോ ചെറിയ സാധനങ്ങളായിരിക്കും. അതായത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അമ്മമാരെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, സാധാരണ പിള്ളേരെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് 100 രൂപയ്ക്ക് സാധനം മേടിക്കാറങ്ങി 5000 രൂപയ്ക്ക് സാധനം മേടിച്ചു. ഞാനങ്ങനെ എന്റെ അമ്മയെ കൊണ്ട് ഞാൻ പുറത്തിറങ്ങി, എന്റെ അടുത്ത് പറഞ്ഞാൽ 2 തക്കാളി മേടിക്കാൻ പറഞ്ഞാൽ 2 തക്കാളി മേടിച്ചോണ്ട് വരിഞ്ഞ്. അതേ സ്ഥാനത്ത് പച്ചക്കറിക്കട കയറിയ നമ്മളെല്ലാം വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ വിളിച്ച് ഫോൺ ചോദിച്ചു, എടാ അത് വേണമെന്ന്. അപ്പൊ ഞാൻ വന്നുവിടായിരുന്നു, പിന്നെ വന്നുവിടായിരുന്നു. പിശുക്കുണ്ടോ നിനക്ക്? ആ, നല്ലതായിട്ട്. കഞ്ചൂസാണോ? സെറ്റിരിക്കുന്ന പിള്ളേർ കേൾക്കില്ലേ, അവരെന്നെ ഓടിച്ച് ഭയങ്കര കഞ്ചൂസാ. എന്തിനാണ് ഇങ്ങനെ കഞ്ചൂസ് പിടിക്കുന്നത്? ശരിക്കും നല്ല പിശുക്കോ? അത്ര പിശുക്കില്ല. നല്ല പിശുക്കുന്നത് ഇവന് പൈസ കൊടുത്ത് അവിടെ ഇരിക്കും, സേഫ് ആയിട്ട് അവിടെ ഇരിക്കും. കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ അവന്റെ അക്കൗണ്ടിലാണെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഞാൻ ഞാൻ നീ ഇടയ്ക്ക് ഒരു ജ്യൂസ് കുടിച്ചാൽ നിനക്ക് കോളേജിൽ പോകുമല്ലോ, എടാ പോകുന്ന വഴി ഒരു ജ്യൂസ് കൂടി, തിരിച്ചു വന്ന് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കൂടി, അടുത്ത് ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ പോയി എല്ലാം കഴിക്കുക. ഓ ആ ശരി കഴിക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോ ഉച്ചക്ക് ജ്യൂസ് കുടിച്ചായിരുന്നു. ഓ ഞാനും കുടിച്ചില്ല. അയ്യോടോ, ആ സംഭവം ബേസിക്കലി വയ്യാത്തോണ്ടാ. താഴെ വരെ പോവാൻ വയ്യാന്നിട്ടാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പോകുന്ന ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അതുമായിട്ട് വ്യത്യാസമാണ്. കാരണം കഴിയുന്ന ക്യാൻറ്റീൻ തൊട്ടെടുത്താ, അവിടെ വരെ പോകാൻ വയ്യ. അവിടെ നിന്നിട്ട് ഇനിയിപ്പോ വേണ്ട, പോയി വെറുതെ എന്തിനാണ് 150 രൂപ, അതിന്റെ ആവശ്യം എന്തിനാണ്? കണ്ടോ 150 രൂപ എന്തിനാ കളയണേ? വീണ് പോയി. ഐ മീൻ അതല്ല, നമ്മളെ തിരിച്ചു വന്ന് വെള്ളം ഉണ്ടല്ലോ. അതെ, വെള്ളം കുടിച്ചാൽ മതിയല്ലോ ദാഹിക്കുമ്പോ. ആ ഒരു ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ജ്യൂസ് കുടിക്കേണ്ട കാര്യമില്ല. അതേസമയം ഞാനിപ്പോ കൂടെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ എവിടെയെങ്കിലും കടയിൽ നിർത്തി ജ്യൂസ് കൊടുത്ത്, ജ്യൂസ് വാങ്ങിച്ചു മാന്യം കണ്ടിരുന്ന് കഴിക്കും. ഒരു വിശക്കുമില്ല. എനിക്കൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്ന നല്ല ഉടുപ്പിട്ട് കഴിഞ്ഞാല് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാതൊന്ന് എനിക്ക് പുറത്തിറങ്ങി കുടിക്കണം. കറക്റ്റ് ആണ്. അത് സംഭവം എന്താ പറയാ, ഞാൻ മാത്രല്ല, നമ്മുടെ സെറ്റിലുള്ള പിള്ളേരെല്ലാവരും അങ്ങനെയാണ്. നമ്മള് പുറത്തിറങ്ങുമ്പോ ഇപ്പൊ കടയിൽ നിർത്തി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങണമെന്ന് വിചാരിച്ചല്ലോ അളയാ, ഷൂട്ടിന് പോകുന്നതായിരിക്കും, കുടിച്ചാലാ കുടിക്കുക. ബിനീഷേട്ടനോടെ കോർഡിനേറ്റർ ഉണ്ട്, അങ്ങനെ പൊക്ക ഇങ്ങോട്ട്, എന്തായാലും അങ്ങനെ വന്നേല്ലേ, കാശ് കാണും പൊക്ക്. ബിനീഷേട്ടാ നിന്റെ ഒന്നും 10 പൈസടാ, എടാ ദിവസം 5000 രൂപ 1000 രൂപ വെച്ച് മേടിക്കുന്നല്ലോടാ നീ, നിന്റെ കാശില്. ബിനീഷേട്ടാ അതെന്ത് കണക്ക് ബിനീഷേട്ടാ, നിങ്ങൾ അങ്ങനെ പറയാൻ കൊള്ളാവോ? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ പിടിച്ച ഫ്രണ്ട് എടുത്തു എല്ലാം കൂടെ കൊടുത്തേക്ക് ചേച്ചി പറയത്ത് പോലും ഇല്ല. ഒരാള് ആവശ്യം, ഒരാള് കഞ്ചൂസും. നല്ല കോമ്പോ. ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് മേടിക്കുന്നത് നമ്മൾ ആവശ്യമാണല്ലോ. പിള്ളേർക്ക് പിന്നെ 10 രൂപയുടെ 10 മിഠായി മേടിക്കും. ഇല്ല 5 രൂപയുടെ 10 രൂപയുടെ മിഠായി, പിന്നെ അത്രയൊന്നും കഴിക്കാൻ പിള്ളേരില്ല. 1 രൂപയുടെ 10 മിഠായി മേടിച്ചു. അപ്പൊ 10 ആയില്ലേ? മറ്റേത് ഒറ്റയടിക്ക് മേടിച്ചു കഴിഞ്ഞാൽ നഷ്ടല്ലേ? അതെ 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 അതെ. എടാ എന്തിനും വാങ്ങാൻ പോയ ആദ്യം പ്രൈസ് നോക്കും.
അല്ലെ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ തരില്ല. അല്ല ബേസിക്കലി ചെറുതിലെ നമ്മൾ ആ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടും ഇതല്ല. ഇപ്പോഴും അങ്ങ് കാശായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ടോയ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100 രൂപയുടെ ടോയ്സ് അല്ല 50 രൂപയുടെ ടോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ 50 രൂപ എന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങ് വെക്കും. എന്നോട് പറയത്ത് പോലും ഇല്ല, വേണ്ടെന്നും പറയത്തില്ല വേണമെന്നും പറയത്തില്ല. ചെറുതിലത്തെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞു പാറും കൊല്ലും ഇടയ്ക്ക് വെച്ച് അങ്ങനെ ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം പിള്ളേർ വന്നിട്ട് ചേട്ടാ കിൻഡർ ജോയ് 50 രൂപ നഷ്ടം, ഓരോ നഷ്ടമാണ്. 2 കവർ പാലിന്റെ പൈസ ആദ്യം ഇത് 2 കവർ പാലിന്റെ പൈസ. അപ്പൊ പറയും പാല് വേണ്ട. അവിടെ നിൽക്കേ ഈ അടുത്ത സമയത്ത് ഇവനെയും കൊണ്ട് പോയി, ഞാനിവിടെ ഒരു ജ്യൂസ് കുടിച്ചോണ്ടിരിക്കും. അപ്പൊ അയാളൊന്ന് ഒരു സിഗരറ്റ് വാങ്ങി. അപ്പൊ ചോദിച്ചു ചേട്ടാ ഇതിന് എത്രയാ എന്ന് വെച്ചിട്ട് 12 തോന്നുന്നല്ലേ, 12 തൊട്ട് മക്കളെ 25 രൂപ വരെ എങ്ങാണ്ട് ഉണ്ടെന്ന് 36 രൂപ വരെ ഉണ്ടെന്ന് എങ്ങാണ്ട് പറഞ്ഞു. 25, 26 എങ്ങാണ്ട് പറഞ്ഞു. ഇവന് എടുത്തു വെക്കും, 1 കവർ പാലിന്റെ കാശാണോ ഒന്ന് വലിച്ചു കളയുന്ന. എടാ ഞാനേ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നു. സത്യാവസ്ഥയാണെങ്കിൽ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കത്തില്ല. ശരിയാ, സത്യമല്ലേ? ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് നടക്കുമ്പോ വെട്ടുന്ന എന്നാ പിന്നെ ഓട്ടോ വിളിച്ചേക്ക് 30 രൂപ പോട്ടെ. പക്ഷെ ഇപ്പഴാ മനസ്സിലായോ 1 കവർ പാലിന്റെ പൈസ. ഇനി എങ്ങനെ ഊബർ വിളിക്കും ഞാൻ, 1 കവർ പാലിന്റെ പൈസയാന്ന് ഓർക്കും. പക്ഷെ ഇവനെ കഞ്ചൂസ് കൂടിയിട്ട് ഞാനും ഇങ്ങനെ ആലോചിക്കും, ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് 40 രൂപ കൊടുക്കണം അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട് വരെ നടന്നൊക്കെ പോകണം. അല്ലല്ല, ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ 40 രൂപ വേണ്ട കൊടുക്കണ്ട. ഹീരാവൻ പറയും 1 കവർ പാലിന്റെ കാശാന്ന് പറഞ്ഞായിട്ട് ഞാൻ അതൊക്കെ നടക്കും. താൻ വിളിക്കുന്നത് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഓട്ടോ വിളിക്കുന്നത് ഞാൻ പറയൂല, കാരണം ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടാണ് ഇത്ര ദൂരം നടന്ന് കാലുവാൻ എടുക്കണമെന്ന് പറയും. എന്നോട് വന്ന് കണക്കൊന്നും പറയത്തില്ല. പൈസ ഞാൻ എന്റെ കാര്യത്തിൽ മാത്രമേ പേയ്മെന്റ് വന്നാൽ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട്. പറയണ എപ്പോഴായിരിക്കും അറിയോ, രാത്രി 12 മണിക്ക്. എടാ പിന്നെ പേയ്മെന്റ് ഇത്രയും വീണു, എവിടെ എത്രയും കൊടുക്കാറുണ്ട്, അപ്പുറത്ത് എത്രയും നമ്മളൊന്ന് മേടിച്ചില്ലേ, ഞാൻ മേടിച്ച് അവിടെ അടയ്ക്കണം ഇവിടെ അടയ്ക്കണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേത് എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ അല്ലേ? മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായിടാ. അതായത് പിന്നെ അതുപോലെ തുടങ്ങും കറങ്ങി ഈ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത്. കാരണം എന്താ വെച്ചാല് അവനെ ആലോചിക്കും, കഴിഞ്ഞ ഷെഡ്യൂളിന് ഫണ്ട് വന്നു വന്നു പറയുമല്ലോ, വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ചെക്കല്ലല്ലോ ഇപ്പം. അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം 30,000 വണ്ടിക്ക് അടയ്ക്കണമായിരുന്നു പേയ്മെന്റ്, EMI അടച്ച് കാറിന് ലോണ്. 20,000 രൂപ റെന്റ് അടയ്ക്കണമായിരുന്നു. 30, 20, 50 രൂപ പോയേ, ചിലപ്പോൾ 60 രൂപ 70 രൂപ ആയിരിക്കും ഒരു ഇതിന്റെ വരുന്നത്. ബാക്കി 20 രൂപ ഉള്ളേ എന്താന്ന് വെച്ചാൽ അത് മൈൻഡിൽ കിടക്കണമല്ലോ. മനസ്സിലായി. അത് നമുക്ക് കറക്റ്റ് അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ ചോദിക്കാറുണ്ട് ചിലർ, ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ല എന്ന് എനിക്ക് അറിയില്ലെന്ന്. പക്ഷെ അവനോട് ചോദിച്ചാൽ ഇത്ര വർഷം കൊണ്ട് അവൻ എത്ര ഉണ്ടാക്കിയെന്ന്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, നോക്ക് അല്ല എന്തൊക്കെ ചെയ്തു എന്നും അവനറിയാം.